സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ തിരുസഭാ മാതാവ് നമ്മോടിന്ന് പറയുന്നത്, യേശു തൻ്റെ 12 ശിഷ്യന്മാരെയും സ്വകാര്യമായി കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഭാഗമാണ്. തൻ്റെ പീഡാനുഭവത്തിന് നാളുകൾ അടുത്തു വരുന്നുവെന്ന് മനസ്സിലാക്കിയ യേശു തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് താൻ ശാരീരികമായി വേർപെടുവാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ ആ സാഹചര്യം ഫേസ് ചെയ്യുവാനായിട്ട് പരുവപ്പെടുത്തിയെടുക്കുവാൻ ചില കാര്യങ്ങൾ ഈ യാത്രക്കിടയിൽ കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ജെറുസലേമിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അധികം താമസിക്കാതെ ഞാൻ യഹൂദരുടെ കൈകൾ ഏൽപ്പിക്കപ്പെടും. പീഡാസഹനങ്ങളുണ്ടാവും, മരണമുണ്ടാകും. എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് ശിഷ്യന്മാരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. കർത്താവ് ഈ ഭാഗം കർത്താവിൻ്റെ 3-ാം മരണപ്രവചനമായിട്ടാണ്, അല്ലെങ്കിൽ തൻ്റെ ഉദ്ധാനത്തെപ്പറ്റി, പീഡാസഹന ഉദ്ധാനത്തെപ്പറ്റിയുള്ള പ്രവചനമായിട്ടാണ് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ യാത്രക്കിടയിലാണ് സെബദീ പുത്രന്മാർ യേശുവിനെ സമീപിച്ച് സ്വകാര്യമായിട്ട് ഒരു കാര്യം ചോദിക്കുന്നത്. ശുപാർശയ്ക്ക് വേണ്ടി തങ്ങളുടെ അമ്മയെയും കൂടി അവർ കൂട്ടിയിട്ടുണ്ട്. ആ അമ്മ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങ് സ്വർഗത്തിലായിരിക്കുമ്പോൾ, സ്വർഗരാജ്യത്തിൽ, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരാളെ അങ്ങയുടെ വലതുഭാഗത്തും മറ്റൊരാളെ അങ്ങയുടെ ഇടതുഭാഗത്തും ഇരിക്കുവാൻ അനുവദിക്കണം. വളരെ കാര്യക്ഷമമായ, വളരെ തന്ത്രപൂർവമായ, പ്രതീക്ഷാനിർഭരമായ ഒരു ചോദ്യമാണ്. തൻ്റെ പുത്രന്മാരെന്നും ഈശോയോട് കൂടി ആയിരിക്കണം എന്ന് ആ മാതാവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ദൈവാൈക്യ ജീവിതത്തിൽ എന്നും ഈശോയോട് കൂടി ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. ഇതൊരു വലിയ ദാനമായി, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു അംഗീകാരമായിട്ട് ആ മാതാവ് കരുതുന്നു. അപ്പോൾ ഇതിനുള്ള യോഗ്യത എന്താണ് എന്ന് കർത്താവ് അവരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് ആദ്യമേ തന്നെ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മനസ്സിലായോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ കടന്നു പോകുന്ന സഹന വഴികളിലൂടെ കടന്നു പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? അവർ സംശയത്തിനിട നൽകാത്ത രീതിയിൽ അവർ പറയുന്നു, ഞങ്ങൾക്ക് സാധിക്കും. അങ്ങയുടെ പാത പിന്തുടരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾക്കെന്നും അങ്ങയോടുകൂടി ആയിരുന്നാൽ മതി. നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം ഇതായിരിക്കണം. കർത്താവിൻ്റെ സഹന വഴികളിലൂടെ, കർത്താവിൻ്റെ വഴികളിലൂടെ നടന്ന് അവിടുത്തെ പാത പിന്തുടർന്ന് എന്നും അവിടുത്തോടുകൂടി ആയിരിക്കുവാൻ, നിത്യജീവിതത്തിൽ അവിടുത്തോടുകൂടി ആയിരിക്കുവാനായി പ്രത്യേകമായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു മനോഭാവമാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്നും വളർത്തിയെടുക്കേണ്ടത്. എന്നും തമ്പുരാനോട് കൂടി ആയിരിക്കുക, അവിടുത്തെ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, അവിടുത്തെ വാത്സല്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തോടു കൂടി ആയിരിക്കുക. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായ ഉത്തരവാദിത്വം, കടമയുണ്ട്. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കും. എൻ്റെ സഹന വഴികളിലൂടെ നിങ്ങൾ കടന്നു വരും. പക്ഷേ എൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ ഇരിക്കുവാനുള്ള ഭാഗ്യം അത് ആർക്കാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? പിതാവിൻ്റെ തീരുമാനമാണ്. പിതാവിൻ്റെ തീരുമാനമനുസരിച്ച് നിങ്ങൾക്ക് അത് ലഭിക്കും. ദൈവഹിതം എന്താണ് എന്ന് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ദൈവഹിതം അന്വേഷിച്ച് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ഈ സെബദീ പുത്രന്മാരെ കർത്താവ് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സെബദീ പുത്രന്മാരോട് പറയുന്ന അതേ വാക്കുകളാണ് കർത്താവ് നമ്മോടും പറയുന്നത്. ദൈവഹിതം അന്വേഷിക്കുക. നമ്മൾ ആരായിത്തീരണം, നമ്മൾ എന്തായിത്തീരണം, നമ്മൾ എവിടെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവഹിതമനുസരിച്ച്, അവിടുത്തെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്.
നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ, കുടുംബ ജീവിതത്തിലേക്ക് വന്നാൽ, സമൂഹ ജീവിതത്തിലേക്ക് വന്നാൽ, നമ്മൾ ഈ ദൈവഹിതം അനുസരിക്കുന്നവരാണോ? നമ്മൾ എന്നും വളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് ഉയർന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അതിന് ഏത് വഴിയും സ്വീകരിക്കുവാൻ, ഏത് കുറുക്കു വഴിയും സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറുള്ളവരുമാണ്. പക്ഷെ കർത്താവിവിടെ പറയുന്നു, ഇതിന് കുറുക്കു വഴികളൊന്നുമില്ല. ദൈവഹിതം, ഞാൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഈ ലോകത്തിൽ കടന്നു പോയതുപോലെ നിങ്ങളും കടന്നു പോകണം. ഊണിലും ഉറക്കത്തിലും എപ്പോഴും ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. പിതാവേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാവണം. അങ്ങനെയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഈ സ്വർഗസൗഭാഗ്യം നൽകും. കർത്താവിൻ്റെ ഈ സംഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് ഈ യോഹന്നാനോടും അല്ലെങ്കിൽ സെബദീ പുത്രന്മാരോട് അസൂയ തോന്നിയെന്ന് വചനം പറയുന്നു. മാനുഷികമായ ഒരു ചിന്തയാണത്. കാരണം നമ്മുടെയൊക്കെ ജീവിതം ഇതാണ്. മറ്റുള്ളവർക്ക് നന്മ വരും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാനായിട്ട്, അവർക്ക് ലഭിക്കുന്ന കൃപകളിൽ സന്തോഷിക്കുവാനായിട്ട് പലപ്പോഴും നമുക്കും സാധിക്കാറില്ല. മനുഷ്യരെന്ന നിലയിൽ മറ്റ് ശിഷ്യന്മാർക്കും അതുതന്നെയാണ് സംഭവിച്ചത്. അവർ അസ്വസ്ഥരായി തീർന്നു കർത്താവ് പറയുന്നു. അത് തമ്മിൽ പിറുപിറുത്തു എന്ന് കർത്താവ് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ കർത്താവ് അവരെ അടുത്ത് വിളിച്ച് വ്യക്തമായിട്ട് അവർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങളുടെ മനോഭാവം, ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കണം? മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് വ്യക്തമായിട്ടത് തൻ്റെ ശിഷ്യന്മാരിലൂടെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുവാനായിട്ട്. അതാണ് യഥാർത്ഥമായ ഒരു ക്രൈസ്തവ മനോഭാവം. മറ്റുള്ളവർ എന്നേക്കാൾ കൂടുതലായിട്ട് വളർന്നു പോകുന്നു, മറ്റുള്ളവർ എന്നേക്കാൾ കൂടുതലായിട്ട് നന്മ പ്രാപിക്കുന്നു എന്ന് കാണുമ്പോൾ അസൂയപ്പെടുകയോ അസ്വസ്ഥരാകുകയോ ചെയ്യുന്നത് ഒരിക്കലും ക്രൈസ്തവ മനോഭാവത്തിന്, തിരുവചനത്തിന് ചേർന്നതല്ല എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനോഭാവം എന്തായിരിക്കും എന്ന് കൂടുതലായിട്ട് കർത്താവ് പറയുന്നു. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായി തീരുവാനുമാണ്. ഓരോ ക്രിസ്തു ശിഷ്യനും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലികളിൽ, നമ്മൾ എവിടെയാണോ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട്, മറ്റുള്ളവരെ കൂടുതൽ വളർത്തുവാനായിട്ട്, മറ്റുള്ളവരുടെ നന്മയിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ കൂടെയുള്ളവരുടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ, നമ്മുടെ സഹപാഠികളുടെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ഒക്കെ നന്മയിൽ സന്തോഷിക്കുവാനായിട്ട്, അവർ കൂടുതൽ വളരണം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതോ എനിക്ക് പരമാവധി വളരണം, മറ്റുള്ളവരിന് എന്ത് സംഭവിച്ചാലും, മറ്റുള്ളവരെ എത്രമാത്രം ചവിട്ടി താഴ്ത്തിയാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എനിക്ക് നല്ലതുപോലെ വളരണം, എനിക്ക് നേട്ടങ്ങൾ കൊയ്യണം എന്നുള്ള മനോഭാവമാണോ നമ്മളിൽ ഇന്നും കത്തിജ്വലിച്ച് നിൽക്കുന്നത് എന്ന് ഈ നോമ്പുകാലം വിചിന്തനം നടത്തുവാനായിട്ട് തിരുസഭാ മാതാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ നോമ്പുകാലം നമ്മോട് പറയുന്നത്, നമുക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ച, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ പൂർണ്ണമായിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നന്മയിൽ വളരുവാനായിട്ട്, സ്നേഹത്തിൽ വളരുവാനായിട്ട്, പരസ്പരം വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ എൻ്റെ ഉള്ളിൽ ഇന്നും അസൂയയും വെറുപ്പും വിദ്വേഷവും മറ്റുള്ളവരോട് പകയും മറ്റുള്ളവരുടെ വളർച്ചയുള്ള അസൂയയുമാണ് നിലനിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ നോമ്പുകാലം ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനായി വന്ന ആ കർത്താവിൻ്റെ മനോഭാവം, ആ ശുശ്രൂഷാ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഉൾക്കൊള്ളണം. അതാണ് തമ്പുരാൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഈ ശുശ്രൂഷാ മനോഭാവം നമ്മൾ വളർത്തിയെടുത്ത് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടേതായ ചില സ്വകാര്യ സ്വപ്നങ്ങൾ, സന്തോഷങ്ങൾ, അല്ലെങ്കിൽ ചില സ്വകാര്യ നേട്ടങ്ങൾ, ഇതൊക്കെ വേണ്ടെന്ന് വയ്ക്കുവാൻ നമ്മൾ നിർബന്ധിതരാകും. അതാണ് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ, ക്രൈസ്തവമായ ആ കാഴ്ചപ്പാടിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്. ഇത് നേടിയെടുക്കുവാനായിട്ട്, ഈ ഒരു മനോഭാവത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് കർത്താവ് നമ്മോട് ഇന്ന് ചോദിക്കുന്നത്. ഇതാണ് കർത്താവിയുടെ വ്യക്തമായി നമ്മൾ പറയുന്നത്. ഇതാണ് സ്വർഗരാജ്യം സ്വന്തമാക്കുവാനുള്ള കുറുക്കുവഴി. മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുക.
മറ്റുള്ളവരുടെ വളർച്ചയിൽ ആനന്ദിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞത് നാം ഓർക്കുന്നുണ്ട്. ഈ ഒരു മനോഭാവമായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. അവൻ വളരണം, ഞാൻ കുറയണം. എനിക്ക് ചില നഷ്ടങ്ങളുണ്ടായാലും എൻ്റെ കൂടെയുള്ളവന്, എൻ്റെ സഹോദരന് കൂടുതൽ വളർച്ചയുണ്ടാകണം, അവർക്ക് കൂടുതൽ നന്മയുണ്ടാകണം. ആ നന്മ എൻ്റെയും കൂടി നന്മയാണ് എന്ന് ഞാൻ കാണണം. ഈ ഒരു ക്രൈസ്തവ മനോഭാവത്തിലേക്ക് വളരുവാനാണ് നമുക്കിന്ന് സാധിക്കേണ്ടത്. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലും പല വ്യക്തി ജീവിതങ്ങളിലും ഈ ഒരു കാഴ്ചപ്പാട് അന്യം നിന്ന് പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഒക്കെ നമ്മൾ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ നന്മയിൽ അസ്വസ്ഥരായി നമ്മൾ തന്നെ നശിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മെ തന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് ആരെയും അംഗീകരിക്കുവാൻ പറ്റുകയില്ല. എന്നേക്കാൾ കൂടുതലായിട്ട് ആർക്കും ഒരു നന്മയും ഒരു വളർച്ചയും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു മനോഭാവം ഇന്ന് പല മേഖലകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിൽക്കുവാനായിട്ട്, വിട്ടുകൊടുക്കലിൻ്റെ കൂട്ടായ്മയിൽ നിൽക്കുവാനായിട്ട്, മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിൻ്റെ ആ കാഴ്ചപ്പാട് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നു. ഈ വലിയ നോമ്പിൽ നമ്മൾ പൂർണ്ണമായിട്ടും ചിന്തിക്കേണ്ടത് ഈ ഒരു വിഷയങ്ങളാണ്. കർത്താവിൻ്റെ ആ മാതൃക, എല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവപുത്രനായിരുന്നിട്ടും എല്ലാം വേണ്ടെന്ന് വെച്ച് ഭൂമിയിലേക്ക് വന്ന് നമ്മോടുകൂടി ആയിരിക്കുകയും എല്ലാം നമ്മൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത, നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും സമർപ്പിച്ച ആ കർത്താവിൻ്റെ അനുയായികളായ നമ്മളും നമ്മുടെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നത് ചെയ്യുവാനായിട്ട്, പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വിലയാകുന്നത്. ഈ ഒരു മനോഭാവം നമ്മളിൽ വളർന്നു കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ്. ഈ ഒരു മനോഭാവത്തിലേക്ക് വളരുവാനായിട്ട് ഈ നോമ്പുകാല വിചിന്തനം നമ്മളെ ഏറെ സഹായിക്കട്ടെ. ദൈവം നമ്മോട് തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ്. നിങ്ങളുടെ മനോഭാവങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ദൈവികമായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തുക. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക്, ഈ ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറണം. അല്ലാതെ എല്ലാം വെട്ടിപ്പിടിക്കുവാനുള്ള, എല്ലാം സ്വന്തമാക്കുവാനുള്ള ആ ത്വര മാറ്റിവെച്ചുകൊണ്ട് ഞാൻ വളരുന്നതോടൊപ്പം മറ്റുള്ളവരും വളരണം, എൻ്റെ സഹോദരങ്ങളും വളരണം. എൻ്റെ തമ്പുരാനെ കാണിച്ചു തന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സ്വജീവൻ പോലും ബലിയർപ്പിക്കുവാൻ തയ്യാറായ, സ്വജീവനം ബലിയർപ്പിച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുത്ത തമ്പുരാൻ്റെ അനുയായികളായ നമ്മൾ അതേ മനോഭാവത്തിൽ നഷ്ടങ്ങളെ കണക്ക് കൂട്ടാതെ, നേട്ടങ്ങളെ സ്വർഗത്തിന് വേണ്ടി നാം നേടുന്ന നേട്ടങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം നമ്മോടും ആവശ്യപ്പെടുന്നതാണ്. ഈ കർത്താവിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മനോഭാവം, ആന്തരികമായ ചൈതന്യം നിറയുമ്പോൾ, ആന്തരികമായ പരിവർത്തനത്തിലൂടെ നമ്മൾ പുതിയ മനുഷ്യരായി തീരുമ്പോൾ ഈ ഒരു സൗഭാഗ്യം നമുക്കും തരും. തമ്പുരാനും അതുതന്നെയാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഞാൻ ചെറുതാകണം, അവൻ വളരണം, അവൻ വളരുന്നതോടൊപ്പം ഞാനും വളരണം. ആ ഒരു മനോഭാവത്തിലായിരിക്കട്ടെ നമ്മൾ ഓരോരുത്തരെയും ചിന്താഗതി. മറ്റുള്ളവരെ ഒരു തരത്തിൽ ഉപദ്രവിക്കാതിരിക്കണം, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാതെ, മറ്റുള്ളവരെ വകഞ്ഞു മാറ്റി നിർത്താതെ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒന്നിച്ചു പോകുവാനായിട്ട് ഈ നോമ്പുകാരെ നമ്മളേറെ സഹായിക്കട്ടെ. തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്ന ആ വലിയ മാതൃക, സ്വജീവൻ കൊടുത്തുപോലും സഹോദരനെ രക്ഷിക്കുവാനുള്ള, ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള ആ വലിയ കൃപ നമ്മളിൽ നിറയുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം സമ്പന്നനാകുക, ആത്മാവിൽ സമ്പന്നരാകുവാനുള്ള ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.